Hello dear students. Next academic year, Universal Institute Kottakkal start ചെയ്യുന്ന എക്സ്ക്ലൂസീവ് നീറ്റ് JEE ഓൺലൈൻ ബാച്ചസിലേക്കുള്ള അഡ്മിഷൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ഓൺലൈൻ UTSC ഓൺലൈൻ ഈ ഫെബ്രുവരി 11 നടക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഓൺവേർഡ്സ് 11th സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് നീറ്റ് JEE ഓൺലൈൻ ബാച്ചസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കറന്റ് 10th ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ എക്സാം എഴുതാം. ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മൾ രജിസ്ട്രേഷൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. എക്സാം നടക്കുന്നത് ഈ വരുന്ന സൺഡേ, ഈ വരുന്ന ഞായറാഴ്ച 11-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 PM മുതൽ 2 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്ക് എപ്പോഴും എക്സാം എഴുതാവുന്നതാണ്. സോ 2 to 6 എന്ന് പറയുന്ന 4-hour വിൻഡോയിൽ ഏത് സമയത്തും നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. എക്സാമിൻ്റെ ഡ്യൂറേഷനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ. JEE സ്റ്റുഡൻസ്, JEE ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള എക്സാമിന് 75 ക്വസ്റ്റ്യൻസ്, 25 ഫിസിക്സ്, 25 കെമിസ്ട്രി, 25 മാത്തമാറ്റിക്സ്. അതേസമയം നീറ്റ് ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് 100 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം ആണ് ഉണ്ടാവുക. 20 ഫിസിക്സ്, 20 കെമിസ്ട്രി, 20 ബയോളജി ആൻഡ് 40 മാത്തമാറ്റിക്സ്. ഓക്കെ, JEEയുടെ കേസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ഉണ്ടാവുക. എക്സാം മോഡ് ഓൺലൈൻ ആയിട്ടാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എക്സാം ചെയ്യാം. എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത കോൺടാക്ട് നമ്പറിലേക്ക് ഈ എക്സാം എഴുതാൻ വേണ്ട സൈറ്റിൽ ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ ക്രെഡൻഷ്യൽസ്, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അയച്ചു തരുന്നതാണ്. കൂടാതെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യുന്നതാണ്. എനിവേ, എക്സാം എഴുതുന്ന ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരുന്ന ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് ലോഗിൻ, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് universalexams.in www.universalexams.in എന്ന് പറയുന്ന സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ആ സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു ലോഗിൻ പേജ് കിട്ടും. ആ ലോഗിൻ പേജിൽ യൂണിവേഴ്സലിൽ നിന്ന് അയച്ചു തരുന്ന ലോഗിൻ ക്രെഡൻഷ്യൽസ്, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പേജിലാണ് നിങ്ങൾ അവിടെ എത്തുക. 11-ാം തീയതി ഞായറാഴ്ച 2 മണിക്ക് മുന്നേ, അതായത് എക്സാം തുടങ്ങുന്ന സമയത്തിന് മുന്നേ ആയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്കമിങ് എക്സാംസ് എന്ന് പറയുന്ന ഒരു പേജായിട്ട്, അല്ലെങ്കിൽ അപ്കമിങ് എക്സാംസിൽ നിങ്ങൾക്ക് ടാലന്റ് സെർച്ച് എക്സാം കാണാം. അതാണ് നിങ്ങളുടെ എക്സാം. നിങ്ങൾ നീറ്റ് ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ടാലന്റ് സെർച്ച് എക്സാമും JEEക്കാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നീറ്റിനാണോ JEEക്കാണോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിലേതാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ രജിസ്റ്റർ ചെയ്ത എക്സാം ആണ് നിങ്ങൾക്ക് ഇവിടെ ടാലന്റ് സെർച്ച് എക്സാം ആയിട്ട് കാണാൻ സാധിക്കുക. ഇനി 2 മണിക്ക് ശേഷം 2 PM നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് തുടങ്ങാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മണിക്ക് ശേഷമാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അപ്കമിങ്ങിലല്ല, അവൈലബിൾ എക്സാംസിൽ നിങ്ങൾക്ക് ടാലന്റ് സെർച്ച് എക്സാം കാണാം. അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു ഡെമോ ആണ്. അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എക്സാമിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. ഓക്കെ, അതിൽ നിങ്ങൾ സ്റ്റാർട്ട് എക്സാം എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജിൽ ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. എക്സാമിൻ്റെ ഡ്യൂറേഷൻ, ഇത് മോക്ക് ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ സിമ്പിൾ എക്സാം, ഒരു സാമ്പിൾ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഡ്യൂറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. JEE എക്സാമിന് 75 ക്വസ്റ്റ്യൻസ് 90 minutes ആണ് എക്സാം. അതേസമയം നീറ്റിൻ്റെത് 100 ക്വസ്റ്റ്യൻസ് 100 minutesൻ്റെ എക്സാം ആണ്. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്ന മാർക്ക് +4, തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് -1. ഓക്കെ, എക്സാം എൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്താൽ എൻഡ് ചെയ്യുന്ന ടൈം അല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണക്കനുസരിച്ച് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 2 PM മുതൽ 6 മണി വരെ, വൈകിട്ട് 6 മണി വരെയാണ് എക്സാമിൻ്റെ ടൈം. സോ ഈ കാണുന്ന എക്സാം എൻഡ്സ് എന്ന് പറഞ്ഞാൽ 6 മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ എക്സാം എഴുതി തീർന്നിരിക്കണം. സോ ആ എൻഡിങ് ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് കണ്ടതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതാൻ റെഡി ആണെങ്കിൽ, യു വാണ്ട് ടേക്ക് ദിസ് എക്സാം നൗ, അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് എക്സാം കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് എക്സാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ടോട്ടൽ ഡ്യൂറേഷനും അതുപോലെ തന്നെ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ എഴുതുന്നെങ്കിൽ, മൊബൈൽ ഫോണിലാണെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ ഇടയിൽ മറ്റൊരു വിൻഡോയിലേക്കും കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വാട്സാപ്പോ മറ്റ് നോട്ടിഫിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് മറ്റൊരു വിൻഡോയിലേക്ക് പേജ് പോകാൻ പാടില്ല.
ഓക്കെ, സോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. പരമാവധി ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ആയിട്ടുള്ള സെപ്പറേറ്റ് ഡിവൈസിൽ പാരൻസിൻ്റെ ഡിവൈസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോൾസ് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നിർത്താൻ പരമാവധി ശ്രമിക്കുക. കാരണം കോൾ അറ്റൻഡ് ചെയ്ത് മറ്റൊരു വിൻഡോയിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സാം അതോടുകൂടി എൻഡ് ആകും. നൗ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാത്ത, നിങ്ങൾ ഇതുവരെ തുറന്നു നോക്കാത്ത ക്വസ്റ്റ്യൻസ് ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. അതേസമയം നിങ്ങൾ ആൻസർ ചെയ്യാതെ തുറന്നു നോക്കി വായിച്ച് നോക്കി ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒരു റെഡ് കളറിലും, വായിച്ച് നോക്കി ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരു ഗ്രീൻ കളറിലും ആയിട്ടാണ് ക്വസ്റ്റ്യൻ നമ്പറിന്റെ മുകളിൽ ഉണ്ടാവുക. ഇതൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ റെഡി ആണ് എങ്കിൽ ഐ എം റെഡി ടു ബിഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാം. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഏതാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, ഇനി നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് എക്സാം എന്ന് പറയുന്നുണ്ട്, അത് ഫൈനലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എക്സാം നിങ്ങൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രം ഉപയോഗപ്പെടുത്തുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ഏതൊക്കെ ലീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തുറന്ന് നോക്കിയിട്ടില്ല എന്നുള്ളതൊക്കെ ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. എത്ര എണ്ണം ആൻസർ ചെയ്തിട്ടുണ്ട്, ആൻസർ ചെയ്യാത്തത്, മാർക്ക് ചെയ്ത് വെച്ചത്, വിസിറ്റ് ചെയ്യാത്തത്, ഇതുവരെ തുറന്ന് നോക്കാത്ത ക്വസ്റ്റ്യൻസ്, അതെല്ലാം നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് കാണാവുന്നതാണ്. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ സബ്മിറ്റ് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എൻഡ് എക്സാം എന്ന് പറയുന്നൊരു ചെറിയ വിൻഡോ വരും. അതിൽ ഡ്യൂ വാണ്ട് ടു ദ എൻഡ് എക്സാം നിങ്ങൾ ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ എൻഡ് എക്സാം കൊടുക്കുക. അതേസമയം നിങ്ങൾ അറിയാതെ കൈതട്ടി സബ്മിറ്റ് എക്സാം കൊടുത്താണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും എക്സാമിലേക്ക് തിരിച്ചു വരിക. എനിവേ എൻഡ് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സാം ഓവർ, താങ്ക് യു ഫോർ റൈറ്റിംഗ് ദ എക്സാം. ഇതാണ് എക്സാമിൻ്റെ ഒരു മോഡൽ. നൗ സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ യൂണിവേഴ്സൽ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഓൺവേർഡ്സ് യൂണിവേഴ്സലിൻ്റെ ബെസ്റ്റ് എൻട്രൻസ് കോച്ചിങ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് അവൈലബിൾ ആകുന്ന പ്രോഗ്രാമാണ് എക്സ്ക്ലൂസീവ് നീറ്റ് JEE ഓൺലൈൻ ബാച്ചസ്. JEE ബാച്ചസ് നമ്മൾ X&Y ലേണിങ്ങുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് റൺ ചെയ്യുന്നത്. നീറ്റ് ബാച്ചസ് യൂണിവേഴ്സൽ നേരിട്ട് തന്നെയാണ് നടത്തുന്നത്. ഏതായാലും നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ യൂണിവേഴ്സലിൻ്റെ ബെസ്റ്റ് കോച്ചിങ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കും. +1 സ്റ്റുഡൻസിന്, 10th സ്റ്റുഡൻസിന് അതിലേക്കുള്ള അഡ്മിഷൻ കം സ്കോളർഷിപ്പ് എക്സാം ഈ വരുന്ന ഞായറാഴ്ച 11-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 6 മണി വരെ നടക്കുന്നു. ഈ ഫോർമാറ്റിലാണ് എക്സാംസ് നടക്കുക. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ക്രെഡൻഷ്യൽസ്, ലോഗിൻ ക്രെഡൻഷ്യൽസ് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ അവൈലബിൾ ആകും. ദാറ്റ്സ് ഓൾ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.